ടോട്ടൽ ബിസിനസിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ് തമിഴ് സിനിമ. മാർക്കറ്റ് ഏറെക്കാലം മുൻപ് തൊട്ടേ ഉണ്ടെങ്കിലും കോളിവുഡ് കളക്ഷനിൽ നേടുന്ന കുതിപ്പുണ്ട്. ഒരു തമിഴ് സൂപ്പർ താര ചിത്രത്തിന് ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ഓപ്പണിംഗ് കളക്ഷനിൽ നിർമ്മാതാവിനുള്ള മിനിമം ഗ്യാരണ്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ് സിനിമയ്ക്ക് വലിയ പ്രേക്ഷക വൃന്ദമുള്ള കേരളത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. കേരളത്തിലെ ഏറ്റവും മികച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡും നിലവിൽ വിജയ് ചിത്രം ലിയോയുടെ പേരിലാണ്. ചുവടെയുള്ള തമിഴ് സിനിമയിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള പുരുഷ താരങ്ങളും പട്ടികയിലുണ്ട്. പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ മാർക്സ് മീഡിയ പ്രതിമാസം പുറത്തിറക്കുന്ന ലിസ്റ്റാണിത്. ഫെബ്രുവരിയിലെ വിലയിരുത്തൽ അനുസരിച്ചുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ തമിഴ് സിനിമയിൽ നിന്ന് പറയത്തക്ക വിജയങ്ങളൊന്നും ഉണ്ടായില്ല. കോളിവുഡിൽ പ്രധാന റിലീസിംഗ് സീസണായ പൊങ്കലിന് ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലറും ശിവകാർത്തികൻ്റെ അയലാനുമാണ് എത്തിയത്. വലിയ വിജയങ്ങൾ നേടാനായില്ല ഈ ചിത്രങ്ങൾക്ക്. തമിഴ് സിനിമകൾ പരാജയം രുചിച്ചപ്പോൾ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വൻ തരംഗം തീർത്തു. ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഈ മോളിനൊക്കെ വിളിച്ചില്ലേ. പ്രമുഖ താരങ്ങളുടെ പുതിയ റിലീസുകൾ അങ്ങനെ വന്നിട്ടില്ലാത്തതിനാൽ തന്നെ ജനുവരിയിലെ ലിസ്റ്റിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇല്ലാതെയാണ് ഫെബ്രുവരിയിലെ ലിസ്റ്റ് എത്തിയിരിക്കുന്നത്. ഒരേ ഒരു മാറ്റം മാത്രമാണ് മുൻ ലിസ്റ്റിൽ നിന്നുള്ളത്. ജനുവരിയിൽ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന വിക്രം 8ാം സ്ഥാനത്തേക്ക് എത്തി. പകരം 8ാം സ്ഥാനത്തുണ്ടായിരുന്ന വിജയ് സേതുപതി 9ാം സ്ഥാനത്തേക്ക് മാറി. പതിവ് പോലെ തന്നെ 1ാം സ്ഥാനത്തുള്ളത് ദളപതി വിജയാണ്. 2ാം സ്ഥാനത്തേക്ക് അജിത് കുമാറും 3ാം സ്ഥാനത്തേക്ക് സൂര്യയും രജനികാന്താണ് 4ാം സ്ഥാനത്തേക്ക് മാറിയത്. ധനുഷ് 5ാം സ്ഥാനത്തും കമൽഹാസൻ 6ാം സ്ഥാനത്തും ശിവകാർത്തികൻ 7ാമതും വിക്രം 8ാം സ്ഥാനത്തുമാണ്. 9ാം സ്ഥാനത്ത് വിജയ് സേതുപതിയും 10ാം സ്ഥാനത്ത് കാർത്തിയും.